ഒരായുസ് മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്ന ധൈര്യവും നിങ്ങൾ ആണുങ്ങളെ കൂടെ ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടായത് എപ്പോഴാണെന്നറിയോ? ഒരാണുങ്ങളെ കയ്യെ പിടിച്ചപ്പോഴാണ്. ഇപ്പോഴും കല്യാണം കഴിയാതെ 35 40 വയസ്സുള്ള പെണ്ണുങ്ങൾ, പെൺകുട്ടികൾ നെഞ്ചുപൊട്ടി സങ്കടപ്പെട്ട് ജീവിക്കുമ്പോൾ 4 ആളെ മുൻപിൽ തലയുയർത്തിയിട്ട് നടക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്കൊരാണ് കൈ തന്നതുകൊണ്ടാണ്. ആ ആണ് അവൻ പോലും അറിയാതെ ജീവിക്കുന്ന ഉരുകലിന് അവൻ നിങ്ങൾക്ക് തരുന്ന തണലാ നിങ്ങളുടെ സമാധാനം. ഓരോ ആണുങ്ങൾക്കും വിഷമുണ്ട്, ഓരോ ആണുങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. അതൊക്കെ അറിയാനും ചോദിക്കാനുമുള്ള സമയങ്ങളും കണ്ടെത്തണം. ആവശ്യങ്ങളും പരാതികളും നിരത്തുന്നതിൻ്റെ ഇടയ്ക്ക് അയാളെ കൂടെ ഇരുന്നിട്ട് അയാളെ സങ്കടങ്ങൾ അറിയാൻ ശ്രമിക്കണം. നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ലേ, സ്ത്രീകളിൽ ഏറ്റവും നല്ലവർ കെട്ടിയ ഭർത്താവിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും അയാൾക്ക് അർഹതപ്പെട്ടത് അയാൾക്ക് മാത്രം കൊടുക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങളാണ്, ഭാര്യമാരാ. അവളെ മുഖത്തൂക്കിയിട്ടോ പടച്ചോനോട് പറയും, അവളിന്റെ ഒരു സൗഭാഗ്യമായിരുന്നു റബ്ബേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ പറ്റി പറയുമ്പോഴേക്കും കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവളെപ്പോലൊരു പെണ്ണിന് എനിക്ക് ദുനിയാവിൽ എനിക്ക് കിട്ടൂല എന്ന് പറഞ്ഞ് നെഞ്ചു പൊട്ടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് വാർദ്ധക്യത്തിൽ 88 വയസ്സുള്ള വല്യാപ്പാന അന്ന് 75ാമത്തെ വയസ്സിൽ മരിച്ച പെണ്ണുങ്ങളെ ഫോട്ടോ കാണിച്ചു കൊടുക്കപ്പോ ആരും അറിയാതെ അയാൾ മാറിയിരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രണയം പുറത്തല്ല, അത് ഉള്ളിലാ. അത് ഭർത്താവിന് അറിയണം, അവന്റെ മനസ്സറിയണം. ഈ കേരളത്തിൽ നിന്ന് ഒരു വിനോദയാത്രക്ക് പോയ മക്കളെ ബസ് അപകടത്തിൽപ്പെട്ടില്ലേ? അപകടത്തിൽപ്പെട്ട് ഒരു കുട്ടി 5 മക്കൾ അവിടെ വെച്ച് മരിച്ചുപോയി. ആ മരിച്ചൊരു പെൺകുട്ടിയായ വിദ്യാർത്ഥിയുടെ അമ്മയും ആ ബസ്സിലുണ്ട്. കയ്യും കാലും പൊട്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് വേദന കൊണ്ട് പൊളഞ്ഞ് ഓപ്പറേഷന് വേണ്ടി കയറ്റുന്നതിന്റെ തൊട്ടു മുൻപ് സഹപ്രവർത്തകരോടും കാണാമെന്ന മന്ത്രിയോടും ആ അധ്യാപിക കണ്ണു നിറഞ്ഞ് വേദനയോണ്ട് പറഞ്ഞു, എനിക്ക് പറ്റിയ അപകടം എന്റെ ഭർത്താവിന് അറിയിക്കരുത് കേട്ടോ, മോളെ വേഗം ഭർത്താവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചാൽ മതി. കാരണം അയാൾ ഒരു ഹൃദ്രോഗിയാ, അയാൾക്ക് ഇത് താങ്ങാനുള്ള കഴിവില്ല. എന്തു പറയണം എന്നറിയാതെ മന്ത്രി അടക്കം കരഞ്ഞുപോയി. എന്തൊരു തിരിച്ചറിവാ മനുഷ്യരെ. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ആണുങ്ങളുടെ വേദന? ഈ ആണുങ്ങളൊക്കെ ഈ പവർ കാണിക്കുന്നത് പോലെ ഉള്ളിൽ സങ്കടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഒരുപാട് ബേജാറ് പല ആണുങ്ങളുടെ ഉള്ളിലുണ്ട്. ഏത് കച്ചവടത്തിനും ജോലിക്കും അതിൻ്റെതായ സങ്കടമുണ്ട്. പിന്നെ ഓന് കുറച്ച് റൊമാൻസ് കുറയും. കുടുംബം പോറ്റുന്നവർക്ക് അങ്ങനെയാ, റൊമാൻസ് കുറച്ച് കുറയും. ഒരു പണിയും ഇല്ലാണ്ട് ഒരു ഹായും കൂയും ഇട്ടിട്ട് 10ാം ക്ലാസ് പഠിച്ചതിന്റെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഗൾഫിൽ നിന്നും നാട്ടുന്ന ഒരു ഹായും കൂയും 2 ഇമോജി ഇടുന്നവൻ ഒരു പണിയുമില്ല. ഓ നിങ്ങൾക്ക് ചെലവിനല്ല, തമ്മിലിട്ട് ചോദിക്കാനും പോവില്ല. പക്ഷെ പകലന്തിയോളം റോഡിന്റെ വക്കിലിരുന്നിട്ട് വാക്കേറി 50 ഉറുപ്പ്യന്റെ മാങ്ങ വിൽക്കുന്നവനും ഓന്റെ ആ ഉരുകൽ എന്തിനാണെന്നറിയോ? മരങ്ങൾ കരയാണ്ടിക്കാനാ. നാട്ടിലെ പെണ്ണുങ്ങളുടെ ഇടയിൽ അഭിമാന ബോധത്തോടെ ജീവിക്കാനാ. വെയിലാണെങ്കിലും മഴയാണെങ്കിലും അതറിയാതെ ഓൻ സഹിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളെ നാണവും മാനവും മറയ്ക്കാനാ. അതേ ഉള്ളൂ നിങ്ങളുടെ ശരീരത്തിൽ, അതേ ഉള്ളൂ നിങ്ങൾക്ക് അഭിമാനിക്കാൻ. എന്നിട്ട് ആ ആണിന് റൊമാൻസ് കുറവാ, പിയാപ്പിളക്ക് അതില്ല ഇതില്ല. പിന്നെ ആർക്കപ്പതൊക്കെ ഉള്ളത്? ഒരു പണിയില്ലാണ്ട് എവിടെയോ കുത്തിരുന്ന ഒരു ആയും കൂയും വിട്ടോന്. കാലം വളരെ മോശമായിക്കൊണ്ടിരിക്കുക. നമ്മൾ കൈ കാണുന്നില്ലേ? കൊല്ലാനും കൊട്ടേഷൻ കൊടുക്കാനും തയ്യാറാകുന്ന ഒരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ഈ യാത്ര എന്നല്ലെങ്കിൽ നാളെ തീരും. ജീവിതത്തിൽ ഒരുപാട് പദവികൾ കിട്ടി പോകുന്നവരെ ഞാനും നിങ്ങളൊക്കെ. കുറെ കാലം ഞാനൊരു മോനായിരുന്നു, പിന്നെ ഞാനൊരു ഭർത്താവായി, ഇപ്പൊ ഞാനൊരു വാപ്പയാ, അതോടൊപ്പം ആങ്ങളെയാ, ഏട്ടനാ, മറ്റൊരു കുടുംബത്തിലെ പ്രതീക്ഷയായ ഒരു ഭർത്താവാ, പിയാപ്പിളയാ. നാളെ ഞാൻ വല്യാപ്പയാവും. എന്തും സംഭവിക്കാം. ജീവിതത്തിന്റെ ഓരോ വേഷങ്ങളും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തരുന്നതാണ്. ഓരോ വേഷങ്ങൾ ആടിത്തിമിർക്കുമ്പോഴും അത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വേഷമായിരുന്നോ എന്നൊന്ന് ചോദിക്കണം സ്വന്തത്തോട്. പണം ഉണ്ടാക്കാനും സൗകര്യം ഉണ്ടാക്കാനും പരക്കം പാഞ്ഞ് ദുനിയാവ് വാരി വലിച്ചടുപ്പിക്കുമ്പോ പലർക്കും മുതലെന്നേ ഉള്ളൂ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. പലർക്കും മുതലെന്നേ ഉള്ളൂ, ജീവിച്ചിട്ടില്ലാരും. മുതലെല്ലാവർക്കും ഉണ്ട്. അവസാനം ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ മാസങ്ങളോളം ആഴ്ചകളോളം തീ തിന്ന് ജീവിച്ച് ശരീരത്തിന്റെ ഉൾഭാഗത്തെ വേദനകൾ സഹിച്ച് മരിച്ചുവാനാണെങ്കിൽ എന്തിനാ മനുഷ്യരെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നത്? ഉണ്ടാക്കിയിട്ടതൊക്കെ മക്കൾ കൊണ്ടുപോകുക. നിങ്ങൾ വിചാരിച്ചോ ഈ ഓഡിറ്റോറിയം എന്റേതാ കരുതിക്കോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ നിന്ന് ചോദിച്ചില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ അനന്തര സ്വത്താണോ നിങ്ങളുടെ സ്വത്താണോ ഏറ്റവും ഇഷ്ടം? അവര് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത്, അനന്തര സ്വത്ത് അത് ഓരോരുത്തർക്കും പോവില്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്താ ഇഷ്ടം. ഞാൻ നിങ്ങളോടും ചോദിക്കാം, നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം?
നിങ്ങളെല്ലാരും എന്താ പറയാ, നമ്മളെ സ്വത്ത് എന്താ, അവിടെ ഉണ്ട് ഒരു 10 ഏക്കറ അല്ലെങ്കിൽ 10 സെന്റ്, ആ റോഡ് സൈഡിലുണ്ട് ഒരു 8.5 സെന്റ്, അവിടെ ഉള്ള 3 മുറി പീടിയ, പിന്നെ അതാ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഒരു റബ്ബർ തോട്ടം, ഇവിടെ ഉണ്ട് ഓളെ കൈത്തലും കാൽമലും ഉണ്ട് ഒരു 10-25 പവനും. എനിക്ക് ഇന്റെ സ്വത്തല്ലേ ഇഷ്ടം? യബ്ന ആദം മാലി വ മാലി, ആദമിന്റെ മക്കളെ, അത് നിങ്ങളെ സ്വത്തല്ല. ആ 10 സെന്റും ആ 2 മുറി പീടിയയും അവിടെ ഉള്ള ഒരു 10 സെന്റും ഇവിടെ ഉള്ള ഒരു 65 പവനൊന്നും നിങ്ങളെ സ്വത്തല്ല, അത് അനന്തര സ്വത്താ. നിങ്ങൾ ഇന്ന് ശ്വാസമില്ലാണ്ടായി പെടഞ്ഞു വീണ നാളെ രാവിലെ മുതൽ അത് അനന്തര സ്വത്താ. നിങ്ങളിത് എന്ന് പറയാൻ നിങ്ങൾ തിന്നതേ ഉള്ളൂ, അത് നിങ്ങൾ കിട്ടി. നിങ്ങളിത് എന്ന് പറയാൻ നിങ്ങൾ കൊടുത്തതേ ഉള്ളൂ, കൊടുത്തിട്ടുണ്ടേ കിട്ടി. നിങ്ങളിത് എന്ന് പറയാൻ നിങ്ങൾ ധരിച്ചതേ ഉള്ളൂ, അതിന് ഒരുത്തൻ ഉടുക്കാനും വരൂല. അല്ലാതെ മാലി മാലി ഇന്റത് എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്നതൊന്നും നിങ്ങളതല്ല. ചൂണ്ടിക്കാണിച്ചോ നിങ്ങളുതാണ്. 3 മക്കളുണ്ടെങ്കിൽ മരിച്ചതിന്റെ 3-ാമത്തെ മാസം ഇത് 3 വീതിക്കും. ഇത് അനന്തര സ്വത്താ. ശ്വാസം നിലങ്ങുന്നത് വരെ മാത്രം നിങ്ങളുടേതെന്ന് അവകാശപ്പെടാനുള്ള അവസരമേ ഉള്ളൂ. അതുകൊണ്ട് മരണം തേടിയെത്തുന്ന ഒരു സെക്കൻഡിലേക്കുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും. അതെവിടെയോ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. ആ സെക്കൻഡിൽ നിങ്ങളെ അത് കൊണ്ടുപോവുകയും ചെയ്യും. നമ്മൾ പറയല്ലേ മരിക്കാനോ ഗൾഫിൽ പോയതാണ്? അല്ല, ഓന്റെ റബ്ബ് നിശ്ചയിച്ചത് അവിടെയാ. അവിടെ ഓൻ എത്തിപ്പെടും, ഞാനും എത്തിപ്പെടും. ആ സെക്കൻഡിലേക്കുള്ള യാത്രയിൽ ആ ഒരു മരണം നിങ്ങളെയും കാത്തു നിൽക്കുമ്പോൾ ആ മരണത്തിന്റെ രംഗത്തെ പോലും പടച്ചറബ് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മലക്കുൽ മൗത്ത് വന്ന് നമ്മൾ ആത്മാവിനെയും പിടിച്ച് തിരിച്ചു പോകുന്ന സമയം കണങ്കാലുകൾ പൊട്ടിപ്പണയും. അവസാനമാണെന്ന ബോധ്യം വരും. വെപ്രാളത്തോടെ നെഞ്ചു പടഞ്ഞു കരയും. ഒരല്പ നിമിഷത്തിന് വേണ്ടി പടച്ച റബ്ബിനോട് കാരുണ്യത്തോടെ ചോദിക്കും, യാ ലൈതനി യാ ലൈതനി എന്ന് റബ്ബിനോട് നാശത്തോടെ സങ്കടത്തോടെ പറയും. ഒരംശം പോലും നീട്ടിത്തരാതെ അള്ളാഹു നമ്മളെ അങ്ങ് കൊണ്ടുപോകും. എന്റെ മക്കളോ എന്റെ ഭാര്യയോ പടച്ചോന്റെ അടുത്ത് ഒരു തീരുമാനം ഉണ്ടാക്കാൻ അള്ളാഹുവിനെ പ്രേരിപ്പിക്കുന്നില്ല. അവസാനം നമ്മളൊക്കെ പടച്ചോന്റെ അടുത്ത് നിൽക്കുന്ന ഒരു രംഗണ്ട്. അന്ന് വാപ്പയും മക്കളും ഒക്കെ ഒന്നും കൂടി കാണും. മക്കള് മരിച്ചോയ വാപ്പാരെ, വാപ്പാര് മരിച്ചോയ മക്കളെ, ഭർത്താവ് മരിച്ചോയ ഭാര്യമാരെ, നിങ്ങൾക്കൊക്കെ നിങ്ങളെ പിയാപ്പിളനെയും മക്കളെയൊക്കെ ഒരിക്കൽ കൂടി കാണാം. എവിടെ? റബ്ബിന്റെ മഹിഷറാ ലോകത്ത്. കൂട്ടം കൂട്ടമായി റബ്ബിന്റെ നരകത്തിലേക്ക് നിക്ഷയിക്കപ്പെട്ടവരാണെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ അങ്ങനെ നിൽക്കും. ആ നിൽക്കുന്ന സമയത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്. മാതാപിതാക്കളും മക്കളും കുടുംബങ്ങളും ചോരയും ഒരുമിച്ച് റബ്ബിന്റെ മഹിഷറാ ലോകത്ത് സൂര്യൻ ഒരു ചാണത്തായി നിൽക്കുമ്പം അവൻ റബ്ബിന്റെ അരികിലേക്ക് ചെന്ന് ചോദിക്കും, യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി വസാഹിബതിഹി വഅഖി വഫസീലതി ഇല്ലതി തുവി വമൻ ഫിൽ അർളി ജമീആ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു. അക്രമികളെ, നിങ്ങൾ പരസ്പരം കാണുന്ന റബ്ബിന്റെ മഹിഷറാ ലോകം. അന്ന് അല്ലാഹുവിന്റെ അരികിലേക്ക് ചെന്ന് ചില ആളുകൾ റബ്ബിനോട് ചോദിക്കും, സങ്കടത്തോടെ പറയും, ബിബനി യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ. ആളിക്കത്തുന്ന നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ, ബിബനി എന്റെ മക്കളതാ റബ്ബേ, എന്റെ കൂട്ടത്തിൽ ഞാൻ പോറ്റി വലുതാക്കിയ, ഞാൻ ചെലവിന് കൊടുത്ത, ഞാൻ കരൾ പോലെ സ്നേഹിച്ച എന്റെ മക്കളതാ റബ്ബേ, നീ എടുത്തോ നാദാ, എന്നെ രക്ഷപ്പെടുത്തണം. അത് റബ്ബിന് വേണ്ടെന്ന് പറയുമ്പം രണ്ടാമതായി ചൂണ്ടിപ്പറയും, വസ്വാഹിബതിഹി, കൂടെ കൂടിയ പെണ്ണാണ് റബ്ബേ, അവള് കാരണം പലതും ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, അവള് കാരണം എന്റെ ദീന് പോലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവള് പറയും, നാദാ അവൻ കാരണം എന്റെ ദീന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് റബ്ബേ അവനെ നീ എടുത്തോ, നീ ഒന്ന് രക്ഷപ്പെടുത്തിത്താ, അതും അള്ളാഹ്ക്ക് വേണ്ട. അപ്പൊ പറയും, അഹീ എന്റെ കാരണവന്മാരാ റബ്ബേ, എന്റെ കാരണവന്മാര്, തണ്ടും തടിയുള്ള എന്റെ കാരണവന്മാര്, എന്റെ ചോരയാ റബ്ബേ, അവരെങ്ങി എടുത്തോ, എന്നിട്ട് ഇനി ഒന്ന് രക്ഷപ്പെടുത്തും, അതും അള്ളാഹ്ക്ക് വേണ്ട. അവസാനം ഒരു ചോദ്യമുണ്ട്, വമൻ ഫിൽ അർളി ജമീആ, ഭൂമിയിൽ എന്ത് തന്നാലാ റബ്ബേ ഇന്നെ ഒന്ന് കഴിച്ചിലാക്കുക. അള്ളാഹ് പരിഹാസത്തോടെ പറയും, പടച്ചോന്റെ ഭൂമിയെ പടച്ചോന് വിലടുന്നോ? അള്ളാന്റെ ഭൂമിക്ക് ഇനി അള്ളാഹ്ക്ക് വിലടുന്നോ? അള്ളാന്റെതല്ലേ ഭൂമി. അവസാനം പടച്ചോന്റെ അടുത്തേക്ക് തന്നെയല്ലേ ഇതൊക്കെ മടങ്ങുന്നു. എന്റേത് എന്ന് പറയാൻ ദുനിയാവിൽ എന്താണ്? ഒരു പറമ്പ് ഉണ്ടാക്കിയില്ല, ഒരു മണ്ണിന്റെ തരി ഞാൻ ഉണ്ടാക്കിയില്ല, ഇതൊക്കെ പടച്ചോണ്ടാക്കിയിട്ട് തന്നെയാ. ആ മണ്ണ് കാണിച്ചിട്ട് ഇന്നോട് വിലപേശുന്നു. കല്ലാ ഇന്നഹാ ലളാ നസാതൻ ലിശവാ തദൂമൻ അദ്ബറ വതവല്ലാ. ആളിക്കത്തുന്ന അഗ്നിയെ ചൂണ്ടിയിട്ട് റബ്ബ് പറയും, ഇന്നഹാ ലളാ, എനക്കുള്ളതാ, ഇനി മിണ്ടരുത്, എന്റെ സമയം കഴിഞ്ഞതാ,